വിൽക്കാനുണ്ട് കഥകൾ. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന മാളു ചിണുങ്ങാൻ തുടങ്ങി. അമ്മേ, എനിക്ക് ഡാൻസ് പഠിക്കാൻ പൈസ വേണം. അടുക്കളപ്പണിയിൽ ഏർപ്പെട്ടിരുന്ന നാരായണിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു പെണ്ണല്ലേ, നാളെ ഒരുത്തൻ്റെ കൂടെ പറഞ്ഞു വിടേണ്ടതല്ലേ എന്നോർത്ത് ഒരു കുറിക്ക് കൂടിയതാണ്. അതിന് കൊടുക്കാൻ പൈസ ഇല്ലാതിരിക്കുമ്പോഴാണ് ഒരു ഡാൻസ് ക്ലാസ്. മതി, ഇനിയിപ്പോ നീ കലാകാരി കൂടി ആകാത്തതിൻ്റെ ഒരു കുറവേ ഉള്ളൂ. മാളു കരഞ്ഞുകൊണ്ട് പ്രഭാകരൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛാ, എനിക്ക് പൈസ വേണം. എല്ലാവരും ഡാൻസ് പഠിക്കുന്നുണ്ട്, എനിക്കും പഠിക്കണം. ഒന്ന് ചോദിക്കേണ്ട താമസം എടുത്തു തരും. നാരായണിയുടെ വാക്കും നോട്ടവും പ്രഭാകരനിൽ ചെന്ന് തറച്ചു. എവിടേക്കാ വൈകുന്നേരമാവുമ്പം ഇറങ്ങിയല്ലോ, മുണ്ടും ഷർട്ടും ഇട്ടിട്ട്. ഇങ്ങനെ താടിയും തടവി ഇരുന്നാൽ ആരെങ്കിലും കൊണ്ടു തരുമെന്ന് വിചാരിച്ചോ? മാളുവിന്റെ ചോദ്യത്തെയും നാരായണിയുടെ വാക്ശരങ്ങളെയും അവഗണിച്ചുകൊണ്ട് പ്രഭാകരൻ നടന്നു നീങ്ങി. എതിരെ വന്ന അമ്മിണി നാരായണിയുടെ വാക്കുകളെ ഏറ്റുപിടിച്ചു. എന്തിനാ പ്രഭാകര ഇതൊക്കെ പറയാനാക്കുന്നത്? എന്തെങ്കിലും ഒരു പണിക്ക് പോയിക്കൂടെ? പകല് മുഴുവനും ഇങ്ങനെ സിഗരറ്റിന്റെ പുകയും വലിച്ച് പുകയിട്ട പോലെ മുറിയിലിരുന്നു നീ എന്തുണ്ടാക്കാനാ? നിസ്സംഗതയുടെ മുഖംമൂടി വലിച്ചിട്ടുകൊണ്ട് പ്രഭാകരൻ പിന്നെയും നടന്നു. ഇടവഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിനടുത്തുള്ള കുമാരേട്ടന്റെ ചായക്കടയും അപ്പുറത്തുള്ള വായനശാലയും. കുമാരേട്ടന്റെ ചായക്കട ആ നാട്ടിലെ തന്നെ പലചരക്ക് കടയുമാണ്. കുന്നുകൾ കയറുമ്പോൾ പ്രഭാകരൻ കണ്ടു തലങ്ങും വിലങ്ങും മുറിച്ചിട്ടിരിക്കുന്ന പറങ്കിമാവിൻ മരങ്ങൾ. കേളുവേട്ടന്റെ ഈ തോട്ടത്തിൽ നിന്ന് എത്രയോ അണ്ടി മോഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അരയിൽ ഉറച്ചു നിൽക്കാത്ത ട്രൗസറിന്റെ കീശയുടെ ഒരു ഭാഗം കനത്തു തൂങ്ങി നിൽക്കും. നീണ്ടു വളർന്ന് കണ്ണിലേക്ക് വീഴുന്ന മുടി. തല ഒന്ന് കുലുക്കി മുടികളിൽ നിന്നും മാറ്റിക്കൊണ്ടുള്ള നടത്തം. ചെമ്മരത്തിയുടെ ഇളയ മകൻ ഇങ്ങനെയായതിൽ അത്ഭുതപ്പെടാനില്ല. നാടൻ ചാരായം വാറ്റി വിൽക്കുന്ന തൻ്റെടിയായ ചെമ്മരത്തിയോട് ആരും ഇളയ മകനെക്കുറിച്ച് പരാതി പറയാനും പോകില്ല. നാടു മുഴുവനുമുള്ള ആണുങ്ങളെ ചാരായം കുടിപ്പിച്ചും കുടിച്ച് മത്തുപിടിച്ചവന് ചാരായത്തിൽ വെള്ളം ചേർത്ത് കൊടുത്തും ചെമ്മരത്തി പൈസ ഉണ്ടാക്കുമ്പോൾ പിള്ളേരുടെ അച്ഛൻ ചെമ്മരത്തി കാണാതെ വിൽക്കാനെടുക്കുന്ന ചാരായം കുടിച്ചും അതിൽ പച്ചവെള്ളം ചേർത്ത് അളവ് നികത്തിയും കുടിക്കുന്നത് ചെമ്മരത്തി അറിഞ്ഞില്ല. പലപ്പോഴും വാറ്റുപിടിക്കാൻ വരുന്ന പോലീസുകാരെ കണ്ട് ഇരുന്ന ഇരിപ്പിൽ അനങ്ങാൻ കഴിയാത്ത കണ്ണനെ പ്രാഗിക്കൊണ്ട് മേൽമുണ്ടുമെടുത്തിട്ട് മടിയിൽ തിരുകിയ 100 രൂപ നോട്ടിന്റെ വിലയിൽ കണ്ണനെ ഇറക്കിക്കൊണ്ടുവരും തൻ്റെടിയായ ചെമ്മരത്തി. ഇടവഴികളും പറങ്കിമാവിൻ തോട്ടങ്ങളും പരിഷ്കാരങ്ങളെ പെട്ടെന്ന് വരവേൽക്കാൻ മടി കാണിച്ചു. പറങ്കിമാവിൻ തോപ്പുകൾ റബ്ബർ തൈകൾക്ക് വളരാൻ വഴിമാറിക്കൊടുക്കുമ്പോൾ കാലം മുറിച്ചു ചായച്ച പലതും പ്രഭാകരനിലും കടപുഴകി വീണു. ആദ്യ പ്രണയത്തെ ഒളിപ്പിച്ചു വെച്ച മമ്മദ് മാപ്പിളയുടെ പറങ്കിമാവൻ തോട്ടം. അതിലെ പടർന്നു പന്തലിച്ച നിലത്തോട് ചേർന്ന ശാഖകളുള്ള പറങ്കിമാവ്. കൗമാരം നിലാവ് പടർത്തിയ കുളിരുന്ന ഓർമ്മകളുള്ള രാത്രികൾ. ഇടവഴികളിൽ മുട്ടിയുരുമ്മി വളർന്ന സ്നേഹം. അതൊരിക്കലും പ്രണയമായിരുന്നില്ല. ശരീരത്തിന് ശരീരത്തോട് തോന്നുന്ന ഇഷ്ടം. ആ ബന്ധത്തിന് പ്രണയത്തിന്റെ സൗന്ദര്യമായിരുന്നില്ല. അവളുടെ ശരീരത്തിന്റെ നേർത്ത സുഗന്ധം പ്രഭാകരന്റെ ശരീരത്തിൽ പടർന്ന് പാലപൂത്ത ഗന്ധം കാറ്റു പരത്തുന്നത് പോലെ. നാട്ടിലെ ആണുങ്ങളിൽ നിന്നും പെണ്ണുങ്ങൾ ഇടവഴിക്കപ്പുറവും ഇപ്പുറവും നിന്ന് രഹസ്യങ്ങൾ പറയുന്നത് പ്രഭാകരനും നളിനിയും മാത്രം അറിഞ്ഞില്ല. വിവാഹാലോചനകൾ മുടങ്ങുമ്പോൾ നളിനി ഒന്നു മാത്രം പറഞ്ഞു. ഇനിയും വരുന്ന ആലോചനകൾ മുടങ്ങിപ്പോയാൽ നീ എന്നെ കല്യാണം കഴിക്കണമെന്ന്. അങ്ങനെ ഒരു കാര്യം അതുവരെ രണ്ടുപേരും ആലോചിച്ചിരുന്നില്ല. കാട്ടുപോത്തിന്റെ സ്വഭാവവും കിട്ടിയത് മുഴുവൻ ഒറ്റയിരിപ്പിൽ നിന്ന് ഉഴവുകാളയെപ്പോലെ പണിയെടുക്കുകയും ചെയ്യുന്ന പൊട്ടൻ കണാരൻ നളിനിയെ വിവാഹം കഴിക്കും വരെ തുടർന്നു ആ ബന്ധം. നാട്ടിൽ നടക്കുന്ന വിവാഹത്തിനെന്ന പോലെ ആ കല്യാണത്തിന് പ്രഭാകരനും പോയി. പ്രഭാകരനെ പിരിഞ്ഞതിന് കെട്ടിത്തൂങ്ങിച്ചാകാനോ നളിനി പോയതിൽ നിരാശമൂത്ത് താടിയും മുടിയും വളർത്താനോ പ്രഭാകരനും മിനക്കെട്ടില്ല. കുന്നുകൾ കയറി രാമേട്ടന്റെ പലചരക്ക് കടയ്ക്ക് മുന്നിൽ വൈകുന്നേരം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്ന പെണ്ണുങ്ങളുടെ നിര. പീടികക്കോലായിൽ ഒരു വശത്ത് ചീട്ട് കളിക്കുന്നവർ. സമോവറിലെ തീ ഒന്നുകൂടി അനലാൻ അനുവദിച്ച് ചായയുണ്ടാക്കുന്ന രാമേട്ടൻ. രാമേട്ടനെ സഹായിക്കുന്ന രാമേട്ടന്റെ ഭാര്യ ചന്ദ്രി. നീണ്ട 30 വർഷങ്ങൾക്ക് ശേഷവും അന്നത്തെ കടയ്ക്ക് കാര്യമായ മാറ്റമൊന്നും സംഭവിച്ചില്ല. അന്ന് ഓലമേഞ്ഞെടുത്ത് ഓടാക്കി എന്നല്ലാതെ. രാമേട്ടന്റെ കടയും കടന്ന് അടുത്ത കവലയിലുള്ള വായനശാലയിലേക്ക് പ്രഭാകരൻ നടന്നു. പ്രഭാകരന്റെ കക്ഷത്തിൽ 2 പുസ്തകവും താഴ്ത്തിയിട്ട മുണ്ടിന്റെ തല പുസ്തകത്തോടൊപ്പം തോളത്ത്. മറ്റേ കൈയിൽ എരിയുന്ന സിഗരറ്റ്. അതും നാണിയുടെ കാശ് തന്നെ. അവളുടെ കയ്യിൽ നിന്നും കാശായിട്ട് എടുക്കുന്നത് സിഗരറ്റ് വാങ്ങാനാണ്. നാളെ മാളുവിനൊരാവശ്യം വന്നാൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടല്ലോ. വായനശാലയിൽ എത്തിയപ്പോഴേക്കും രാഘവൻ മാഷ് അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. എന്തിനായിരിക്കും മാഷ് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടാകുക?
മാളുവിന്റെ പഠിത്തത്തെക്കുറിച്ച് പറയാനായിരിക്കുമോ? സ്കൂളിൽ വിളിക്കുന്ന ഒരു മീറ്റിങ്ങിനും ഇതുവരെ ചെന്നിട്ടില്ല. ഡാൻസ് ക്ലാസ്സിലെ കുട്ടിയെ ചേർക്കണമെന്ന് പറയാനായിരിക്കുമോ? പ്രഭാകരൻ പുസ്തകം മാറ്റിയെടുത്തു വരൂ, എനിക്ക് കുറച്ച് പറയാനുണ്ട്. ആരൊക്കെ അവഗണിച്ചാലും നിസ്സംഗതയോടെ അതിനെ നോക്കിക്കാണുന്ന പ്രഭാകരൻ ലൈബ്രറി മുറിയിലേക്ക് നടന്നു. സാവിത്രി അപ്പോൾ അവിടെ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ പ്രഭാകര, നിനക്കൊന്നും വേറെ ഒരു പണിയുമില്ലല്ലോ? സാവിത്രി പ്രഭാകരനെ കണ്ട ഉടനെ പറയാൻ തുടങ്ങി. കാരണം പ്രഭാകരൻ ആവശ്യപ്പെടുന്ന പുസ്തകം തിരഞ്ഞെടുക്കാൻ സാവിത്രിക്ക് കഴിയാറില്ല. മറ്റുള്ളവരെ പോലെ കിട്ടുന്നത് എന്തെങ്കിലും വായിക്കാൻ പ്രഭാകരനും തയ്യാറല്ല. അന്ന് കിട്ടാത്ത പുസ്തകങ്ങൾ അടുത്ത ആഴ്ചത്തേക്ക് ആവശ്യപ്പെടുന്നതും സാവിത്രിക്ക് പ്രഭാകരനോടുള്ള നീരസം കൂടാൻ കാരണമായി. രാഷ്ട്രീയ കാര്യങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന വിജയേട്ടന്റെ വിധവയാണ് സാവിത്രി. ആ നാട്ടിൽ വിദ്യാഭ്യാസത്തിൽ അല്പം മുന്നിൽ നിൽക്കുന്നതും സാവിത്രി മാത്രം. അങ്ങനെയാണ് വിജയേട്ടന്റെ മരണശേഷം സാവിത്രി ലൈബ്രറിയിൽ എത്തുന്നത്. ചില സമയങ്ങളിൽ സാവിത്രി അകാരണമായി ദേഷ്യപ്പെടും. അതിന് ഇരയാകുന്നത് പ്രഭാകരനും. നേരത്തെ വന്ന് ഇവിടെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ എന്നൊക്കെയുള്ള സാവിത്രിയുടെ വാക്കുകൾ പ്രഭാകരനെ പിന്തുടരും. പ്രഭാകര, ഞാൻ നിന്നോട് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ക്ലാസ് എടുക്കുന്നത് പോലെ മാഷ് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നീ ഒരു എഴുത്തുകാരനാണെന്നറിയുന്ന ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. മാളവിന്റെ പുസ്തകത്താളുകളിൽ നിന്നും നിന്റെ കഥയെ ഞാൻ തൊട്ടറിഞ്ഞിട്ടുണ്ട്. എത്ര നന്നായിട്ടാണ് നീ എഴുതുന്നത്. നീ കാണുന്നതെല്ലാം കഥകളായി മാറുന്നുണ്ട്. പച്ചയായ യാഥാർത്ഥ്യങ്ങൾ നീ തുറന്നെഴുതുന്നു. ആ കഴിവിനോട് എനിക്ക് ആദരവുണ്ട്. ഞാനും കുറേശ്ശെ എഴുതാറുണ്ട്. പല മാസികകളിലും ഞാൻ എഴുതിയത് അച്ചടിച്ചു വന്നിട്ടുമുണ്ട്. ഞാനൊരു അധ്യാപകനായതുകൊണ്ടും ഭാഷാ പാണ്ഡിത്യം ഉണ്ടായതുകൊണ്ടും നിന്നെ പോലെ എനിക്ക് എഴുതാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പല മാസികകളുടെ തലപ്പത്തിരിക്കുന്നവനും ഞാൻ അക്ഷരം പഠിപ്പിച്ച കുട്ടികളായതുകൊണ്ട് അവരെ ഗുരുദക്ഷിണയായി മാറ്റുന്നു. എനിക്കാണെങ്കിൽ വായനയുടെ ആഴം കുറയുന്നു. കണ്ണ് തീരെ പിടിക്കുന്നില്ല. വായനയില്ലാതെ ഒരു എഴുത്തുകാരൻ എങ്ങനെ അക്ഷരങ്ങളുടെ സമ്പത്തുണ്ടാകും? ആവശ്യപ്പെടുന്ന കാശ് ഞാൻ തരാം. നിന്റെ കഥകൾ ആരും അറിയാതെ എനിക്ക് തരണം. ഞാനിപ്പോൾ അറിയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. നിന്റെ കഥകളെ നീ എനിക്ക് വിൽക്കണം. നീ ആവശ്യപ്പെടുന്ന തുക ഞാൻ എത്തിച്ചു തരും. ഒരു നിമിഷം പ്രഭാകരൻ ഒന്നു നിന്നു. മാഷുടെ മുഖത്തേക്ക് നോക്കി. മാഷ് പറയുന്നതിലും കാര്യമുണ്ട്. എഴുത്ത് എൻ്റെ അറിവാണ്. സമൂഹത്തിന് നേരെ ഉയർത്തുന്ന പടവാളാണ് എന്നിലെ അക്ഷരങ്ങൾ. എഴുത്തുകാരൻ ഒരു യോദ്ധാവാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് സമയം കളഞ്ഞതുകൊണ്ട് എന്ത് കാര്യം? സമൂഹത്തിൽ ഞാൻ ആരാണ്? വെറും ഒരു പ്രഭാകരൻ. എന്നെ ഉയർത്തി കാണിച്ചിട്ട് മറ്റുള്ളവർക്ക് എന്തു പ്രയോജനം? ലാഭക്കൊതിയുള്ള സമൂഹത്തിന്റെ കണ്ണുകൾ എൻ്റെ നേരെ തിരിയാൻ സാധ്യതയില്ല. ഇനിയും ചിന്തിക്കാൻ എന്ത്? മാഷ് തരുന്ന തുച്ഛമായ വിലക്ക് എൻ്റെ മകളുടെ ആവശ്യം തീർക്കാം. അവളിലെ കല നശിപ്പിക്കാതിരിക്കാം. നാരായണിക്ക് അങ്ങനെയെങ്കിലും എന്തെങ്കിലും സഹായമാവട്ടെ. എൻ്റെ ചിന്തകളെ, അക്ഷരങ്ങളെ, ആശയങ്ങളെ എല്ലാം വിൽക്കാൻ പോകുന്നു. മാഷോട് സമ്മതമെന്ന് മൂളി. മാഷ് 500-ന്റെ 3-4 നോട്ടുകൾ കയ്യിൽ വെച്ചു കൊടുത്തു. പിറ്റേ ദിവസം മാളുവിന്റെ കയ്യിൽ കഥകൾ എത്തിക്കാമെന്ന് വാക്കുകൊടുത്തു. തിരിച്ചു വരുമ്പോൾ രാമേട്ടന്റെ കട കണ്ടില്ല. അവിടെ കൂട്ടം കൂടി നിൽക്കുന്ന ജീവിത പ്രാരാബ്ദങ്ങൾ കണ്ടില്ല. വെറുതെ ഇരുന്ന് മടുക്കുമ്പോൾ ചീട്ടുകളിച്ച് ആസ്വദിക്കുന്ന യുവാക്കളെ കണ്ടില്ല. മുറിഞ്ഞു വീണ് കിടക്കുന്ന പറങ്കിമാവിൻ തോപ്പും ഇടവഴിയിലെ തൊട്ടുതലോടുന്ന സ്നേഹവും കണ്ടില്ല. കണ്ടത് ഒന്നു മാത്രം, വിറ്റുപോകുന്ന തൻ്റെ ചിന്തകളെ. കയ്യിൽ കാശ് കിട്ടുമ്പോൾ സന്തോഷിക്കുന്ന നാരായണിയെ, ഡാൻസ് ക്ലാസ്സിന് ചേരുന്ന മകളെ. അന്നാദ്യമായി നാരായണി പ്രാകാതെ പ്രഭാകരന് ചോറ് വിളമ്പി. ഒരു ഉരുള പോലും കഴിക്കാൻ കഴിഞ്ഞില്ല. സ്വയം വിൽക്കപ്പെടേണ്ടി വന്ന ഒരടിമയായി മാറി പ്രഭാകരൻ. പ്രഭാകരന്റെ ഉള്ളിലെ നീറ്റൽ നാരായണി കണ്ടില്ല. അവളും മകളും സ്വസ്ഥമായി ഉറങ്ങി. ഒരു പോള കണ്ണടക്കാനാവാതെ സിഗരറ്റിന്റെ പുക ഊതിക്കൊണ്ടിരിക്കുന്നു പ്രഭാകരൻ. നാരായണിയുടെ ശകാരവാക്കുകൾ കെട്ടടങ്ങി. അവൾ ആവശ്യപ്പെടാതെ പണം കിട്ടിത്തുടങ്ങി. വീട് നിശബ്ദമായി. മാഷുടെ കഥകൾ പുസ്തകങ്ങളിൽ അച്ചടിച്ചു വന്നു. കവലകളിൽ മാഷുടെ അനുമോദനങ്ങൾ നടന്നു. മാഷിന്റെ വാക്കുകളുടെ ശക്തിയെക്കുറിച്ച്, സമൂഹത്തിനു നേരെ ആ വാക്കുകൾ വിരൽ ചൂണ്ടുന്നതിനെക്കുറിച്ച് സഹപ്രവർത്തകരും വായനക്കാരും പൂർവ്വ വിദ്യാർത്ഥികളും പ്രശംസിച്ചു നടന്നു. ഉള്ളിൽ ഉരുകുന്ന അഗ്നിപർവ്വതം പ്രഭാകരനെ അസ്വസ്ഥനാക്കി. പേനത്തുമ്പിൽ അക്ഷരങ്ങൾ മടിച്ചു നിന്നു. ചുരുട്ടിയെറിയപ്പെടുന്ന കടലാസു കഷ്ണങ്ങൾ നാരായണി നിശബ്ദമായി പെറുക്കിയെടുത്തു. എരിഞ്ഞു തീർന്ന സിഗരറ്റ് കുറ്റികൾ, ശൂന്യമായി കിടക്കുന്ന കടലാസുകൾ. അതിനു മുന്നിൽ നിസ്സംഗനായി പ്രഭാകരൻ. എനിക്കിനി എഴുതാൻ വയ്യ. മാഷിനെ മറന്നു, മാളുവിനെ, നാരായണിയെ, എല്ലാം. ഇനിയും ഇങ്ങനൊരു വേദന താങ്ങാൻ വയ്യ. പ്രഭാകരൻ ഇറങ്ങി നടന്നു, അനന്തമായ ലോകത്ത് ലക്ഷ്യബോധമില്ലാതെ.